ഇത് കിഴക്ക്, ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്. അത് ഇങ്ങനെ ഓടിച്ചത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഇത് തെക്ക് പടിഞ്ഞാറ് മുറി, തൊട്ട് മുമ്പത്തെ സ്റ്റെയർ കേസ്, ഇത് ബെഡ്റൂം, ഇത് റൂം, സിറ്റ് ഔട്ട്, വാതിൽ, ഹാളിലേക്കുള്ള വാതിൽ, ഇത് ഡൈനിങ് ഹാള്, ഇതിവിടം തൊട്ട് ഇവിടം വരെ ഹാള്. ഈ ഹാളിൻ്റെ തൊട്ട് താഴെയായിട്ട് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ട് വടക്ക് വശത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം. അതിൻ്റെ തൊട്ട് വടക്ക് വശത്താണ് കോമൺ ബാത്റൂം. പിന്നെ ഇതൊരു ചെറിയ പാസേജ് പോലെ വന്നിട്ട് ഇതിവിടെ കിടക്കുന്ന ഏരിയ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഡൈനിങ് ഹാള്, ഇത് ഗ്യാസിൻ്റെ കിച്ചൺ, ഇത് ഫയറിൻ്റെ കിച്ചൺ. പിന്നെ ഇത് ചുറ്റളവിനകത്ത് തന്നെ 2 നട, സിറ്റ് ഔട്ട്. ഇത് ഇത്രയും കറക്റ്റ് ചുറ്റളവ്, അത് കറക്റ്റ് കോൽക്കണക്കിലെടുത്തിട്ട് നട ഉള്ളിലാക്കി ഇതിൻ്റെ നട ഇതുമായിട്ട് ഈ തറയായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നു. പിന്നെ തറപ്പുറം ഉത്തമക്കോലിലോ മധ്യമക്കോലിലോ എടുത്തിട്ട് ബെഡ്റൂം 1, 2, 3, ഈ 2 കിച്ചൺ, ഇത്രയും സാധനങ്ങൾ, ഇത്രയും മുറികൾ നമ്മൾ ഉത്തമക്കോലയിലെടുക്കാൻ നോക്കുക. എല്ലാ മുറികളോ അല്ലെ ഹാള്, ഡൈനിങ് ഹാള്, അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം ഒരിക്കലും നമുക്ക് അതേപോലെ ഇത് വാതിലിങ്ങനെ സ്ട്രെയിറ്റാണ് എടുത്തിരിക്കുന്നത്. മൂല വെട്ടി ഒരിക്കലും വാതിൽ അറേഞ്ച് ചെയ്യരുത്. പിന്നെ ഇതെല്ലാം ഇപ്പം 1, 2, 3, 4, 5 ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉത്തമക്കോലിലോ കിട്ടിയെങ്കിൽ പിന്നെ അടുത്ത ഉത്തമക്കോൽ എടുക്കേണ്ടത് ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളൂടെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ളതൊക്കെ ഹാളിലേക്ക്, സിറ്റ് ഔട്ട്, ബാത്റൂം, സ്റ്റെയർ, ഈ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിരത്തേലൊരു ആരൂഢം തീർക്കാൻ പറ്റും. അപ്പം ഇത് വാർത്ത് കയറിയാൽ ഗുണം ഒത്തിരിയുണ്ട്. വാർക്കയിൽ നിന്നും 6 സെൻറ്റിമീറ്ററാണ് സാധാരണ ഇടേണ്ടത്. അതിനിപ്പോൾ 10 സെൻറ്റിമീറ്റർ വെച്ച് വാർക്കയിൽ നിന്ന് മാറ്റി അങ്ങിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് കരിങ്കല്ല് കെട്ടിയിട്ട് വീണ്ടും വീതി കൂട്ടി കരിങ്കല്ല് കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കിഴക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ കിഴക്കോട്ട് തന്നെയായിരിക്കണം നടയും. കിഴക്ക് നിന്ന് തന്നെയായിരിക്കണം മെയിൻ ഡോറും. തെക്കാണെങ്കിൽ തെക്കോട്ട് തന്നെയാണ് നടയും, മെയിൻ ഡോറും തെക്കോട്ട് തന്നെ ആയിരിക്കണം. വടക്ക് ആണെങ്കിലും ഇതേപോലെ, പടിഞ്ഞാറാണെങ്കിലും ഇതേപോലെ തന്നെ. പിന്നെ കിഴക്ക് ദർശനമുള്ള വീടിനും വടക്ക് ദർശനമുള്ള വീടിനും ഇതുപോലെ ഓപ്പണായിട്ട് കിടന്നാലും കുഴപ്പമില്ല. എന്നാൽ തെക്ക് ദർശനവും പടിഞ്ഞാറ് ദർശനവും ഉള്ള വീടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് ഓപ്പൺ ആകാതെ നോക്കണം. ഇത് ഒന്നുകിൽ വല്ല ഗ്ലാസ് വർക്കോ അതല്ലെങ്കിൽ ഹാൻഡിലോ അങ്ങനെ എന്തെങ്കിലും പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ഓപ്പണായിട്ട് ഇത് ഈ രണ്ട് ദിശയാണ് ഏറ്റവും അനുയോജ്യം. ഇനി ഓരോ ദിവസവും ഓരോന്നും ഞാൻ മറ്റേത് മായ്ച്ച് കളഞ്ഞ് ഇനി ഇതിൻ്റെത് ഓരോന്നും ഇനി ഈ വീടിൻ്റെ സ്ഥാനം, കുറ്റിയടിക്കുന്ന ദിശ, അങ്ങനെ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിരിക്കുമേ.